ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് EDPയുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്. EDPയുടെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവസാനത്തെ ചാപ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം EDPയിലെ 5th ചാപ്റ്റർ കുറച്ച് ഈസിയാണ്, നിങ്ങളത് ആദ്യം പഠിച്ചോളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ EDPയുടെ 5th ചാപ്റ്റർ ഒന്ന് വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ 3ഉം 4ഉം അവിടെ ഇട്ടിട്ട് ഞാൻ നേരെ 5ാമത്തെ ചാപ്റ്ററിലോട്ട് വന്നേക്കാണ്. നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മുടെ എല്ലാ സബ്ജക്ട്സിലെയും എല്ലാ ചാപ്റ്റേഴ്സിനേക്കാളും വളരെ സിമ്പിൾ ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ EDPയുടെ 5th ചാപ്റ്റർ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് എന്താണ് പ്രൊജക്ട് റിപ്പോർട്ട് എന്നുള്ളതാണ്. So, a project report is a comprehensive document that outlines all aspects of a proposed project. ഇവിടെ പ്രൊജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ്സിനെയാണ് നമ്മളൊരു പ്രൊജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ഡോക്യുമെന്റിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. സോ അതിൽ നിങ്ങൾ കീ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം കോംപ്രിഹെൻസീവ് ഡോക്യുമെന്റ്. Okay, then after conducting feasibility studies, an entrepreneur must prepare this report. അതായത് ഒരു ഓൺട്രപ്രണർ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയതിന് ശേഷം എന്തായാലും ഈ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്? നമ്മൾ ഒരു പ്രൊജക്റ്റ് ഏതൊരു കാര്യമാണെങ്കിലും നടക്കുമോ ഇല്ലയോ, അത് പ്രാക്ടിക്കൽ ആവുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റഡിയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മുടെ ക്രിഷ് ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങാനായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഐഡിയ കൊണ്ടുവന്നു ഞാൻ, അതിനുശേഷം ഇങ്ങനെ ഫീസിബിലിറ്റി സ്റ്റഡി ഞാൻ നടത്തും. ഇത് വർക്ക്ഔട്ട് ആവോ, ഓക്കെ ആവോ, പ്രാക്ടിക്കൽ ആവോ ഇല്ലയോ എന്നൊക്കെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ് പ്രൊജക്ട് റിപ്പോർട്ട്. അതായത് നമ്മുടെ ആ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആണ് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, this document serves as a business plan outlining the project goals, objectives and strategies. അപ്പം ഈ ഒരു എന്താ പറയുക, പ്രൊജക്ട് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ തരം കാര്യങ്ങളും കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ബിസിനസ് പ്ലാൻ എന്താണ്, സ്ട്രാറ്റജീസ്, ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് എല്ലാം ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതൊരു റോഡ് മാപ്പാണ്. അതായത് ഇത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കേണ്ട, ഇനി എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാവും. സോ ഇതൊരു റോഡ് മാപ്പ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പ്രൊജക്ട് റിപ്പോർട്ട് ടിപ്പിക്കലി കവേഴ്സ്, പ്രൊജക്ട് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. പ്രൊജക്ടിന്റെ ഓവർവ്യൂ ഉണ്ടാവണം, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവണം, ടെക്നിക്കൽ ഫീസിബിലിറ്റിയും അതിന്റെ റിക്വയർമെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവണം, ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് ആൻഡ് വയബിലിറ്റി, മാർക്കറ്റ് അനാലിസിസ്, ഡിമാൻഡ്, സോഷ്യൽ ഇമ്പാക്റ്റ് ആൻഡ് ഡിസൈറബിലിറ്റി, ഇൻപുട്സ് റിക്വയർഡ് ഫോർ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു പ്രൊജക്ട് റിപ്പോർട്ടിൽ ഉണ്ടാവണം. അപ്പം നമ്മുടെ അടുത്ത് എക്സാമിന് വാട്ട് ഈസ് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് എന്ന് എഴുതിയിട്ട് ഇതിലെ കുറച്ച് കാര്യങ്ങൾ പോയിന്റ്സും കൂടി നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇനി ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇതൊരു ബ്ലൂ പ്രിന്റ് ആണ്. നമ്മൾ നേരത്തെ റോഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു ടേം കണ്ടില്ലേ, അതേപോലെ നല്ലൊരു ടേമാണ് ബ്ലൂ പ്രിന്റ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് പ്ലാൻ ആണ് ഈ പറയുന്ന പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ടേംസ് ഒക്കെ ഒന്ന് ഇതേപോലെ പഠിച്ചു വെച്ചിട്ട് എക്സാം എഴുതുമ്പോൾ ഇതേപോലെ ഒന്ന് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് കൊടുക്കാൻ വെച്ചാൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫീസിബിലിറ്റി സ്റ്റഡി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻ സിമ്പിൾ ടേംസ്, ഫീസിബിലിറ്റി സ്റ്റഡി ഈസ് ആൻ അനാലിസിസ് ദാറ്റ് ഡിറ്റർമൈൻസ് വെദർ എ പ്രൊജക്ട് ഇസ് പ്രാക്ടിക്കൽ ആൻഡ് വയബിൾ. പ്രാക്ടിക്കൽ ആയിരിക്കുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന പഠനമാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ഇറ്റ് ഇവാലുവേറ്റ്സ് ദ പ്രൊജക്ട്സ് പൊട്ടൻഷ്യൽ ഫോർ സക്സസ്. ഇത് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സക്സസ് ആകുമോ എന്നുള്ള കാര്യമാണ് ഇവർ നോക്കുന്നത്. പക്ഷെ ഇത് വെറുതെ നോക്കുന്നതല്ല കേട്ടോ, എല്ലാ സൈഡിലെ പ്രാക്ടിക്കാലിറ്റിയും നമ്മൾ നോക്കണം. അതായത് ടെക്നിക്കലായിട്ട് ഇത് പ്രാക്ടിക്കൽ ആവോ, ഫിനാൻഷ്യലി, മാർക്കറ്റ് ഡിമാൻഡ്, സോഷ്യൽ ഇമ്പാക്ട്, എല്ലാ രീതിയിലും ഇത് പ്രാക്ടിക്കൽ ആവണം. അപ്പം എല്ലാ സൈഡും നമ്മൾ നോക്കിയിട്ടാണ് ഈ ഒരു പഠനം നമ്മൾ നടത്തുന്നത്. അതാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് കേട്ടോ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റ് പ്രാക്ടിക്കൽ ആവുമോ ഇല്ലയോ, നടപ്പിലാവുമോ ഇല്ലയോ എന്നറിയാനുള്ള പഠനമാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫീസിബിലിറ്റി റിപ്പോർട്ട് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട്. അപ്പോൾ ആ ഫീസിബിലിറ്റി സ്റ്റഡിക്ക് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഈ ഫീസിബിലിറ്റി റിപ്പോർട്ടും പ്രൊജക്ട് റിപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത്
ഇത്രയും കേട്ട അടിസ്ഥാനത്തിൽ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഫീസിബിലിറ്റി അനാലിസിസിന്റെ എൻഡിൽ നമ്മൾ നടത്തുന്നതാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. പ്രൊവൈഡ് പ്രിലിമിനറി അസസ്മെന്റ് ഓഫ് ദി പ്രൊജക്ട് വൈബിലിറ്റി. ഇത് അതിന്റെ പ്രിലിമിനറി തുടക്കഘട്ടത്തിന്റെ നടപ്പിലാവോ ഇല്ലയോ എന്നുള്ളൊരു ജസ്റ്റ് ഒരു ആദ്യ ഘട്ടത്തിലെ ഒരു അസസ്മെന്റ് ആണ്. ദെൻ ഇതിന്റെ ഒരു ബ്രീഫ് ഓവർവ്യൂ കൊടുക്കും, നമ്മുടെ പ്രൊജക്ടിനെ കുറിച്ചും അതിന്റെ കോസ്റ്റ് ബെനിഫിറ്റ് അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ഓവർവ്യൂ നമുക്ക് ആ ഒരു ഫീസിബിലിറ്റി അനാലിസിസ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഇൻഡെപ്ത് സ്റ്റഡി. ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ ഇൻഡെപ്ത് സ്റ്റഡിയുടെ ആവശ്യമൊന്നുമില്ല. നടപ്പിലാവോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അത് വെച്ചിട്ടാണ് ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഫുൾ പെർട്ടിക്കുലേഴ്സ് ഒന്നും ഇതിൽ ഉണ്ടാവില്ല പ്രൊജക്ടിന്റെ. പിന്നെ ഇതൊരു ടെമ്പററി റിപ്പോർട്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. പക്ഷേ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് കോംപ്രഹെൻസീവ് ഡോക്യുമെന്റ് ആണ്. നമ്മുടെ പ്രൊജക്ടിന്റെ A to Z ഞാൻ പറയാം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഡീറ്റെയിൽഡ് ആണ്, പെർമനന്റ് ഡോക്യുമെന്റ് ആണ് കേട്ടോ. ഇത് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കും, ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളോളം എടുത്തേക്കാം ഈ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് ഇൻഡെപ്ത് സ്റ്റഡി ആവശ്യമാണ്. ദെൻ ഇതൊരു ഫൈനൽ റിപ്പോർട്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. മറ്റേത് ഒരു ടെമ്പററി റിപ്പോർട്ടായിട്ടാണ് ഫീസിബിലിറ്റി റിപ്പോർട്ടിനെ കൺസിഡർ ചെയ്യുക. പക്ഷേ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഫൈനൽ റിപ്പോർട്ടാണ്. ഒരുപാട് സമയം എടുക്കും, അതിനനുസരിച്ചുള്ള കോസ്റ്റ് അതിന് വേണ്ടി വരും. നമ്മുടെ പ്രൊജക്ടിന്റെ A to Z കാര്യങ്ങൾ അതിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നമുക്ക് ഷോർട്ട് എസ്സേക്കൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ കുറച്ചുള്ളെങ്കിലും ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട്. ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഇങ്ങനെ നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. എ പ്രൊജക്ട് റിപ്പോർട്ട് ഔട്ട്ലൈൻസ് ആൻഡ് എന്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ്. ആ ഒരു എന്റർപ്രൈസിന്റെ ഫുൾ ഒബ്ജക്റ്റീവ്സ് അതിലുണ്ടായിരിക്കും. ഇതൊരു റോഡ് മാപ്പ് ആണ്. പ്രൊജക്ട് വൈബിലിറ്റി, അതായത് ഈ ഒരു പ്രൊജക്ട് പ്രാക്ടിക്കൽ ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ദെൻ ഇറ്റ് ഇൻഫോംസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഒക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദെൻ എത്രയൊക്കെ റിസോഴ്സ് വേണം, ആ റിസോഴ്സ് റിക്വയർമെന്റ്സിന്റെ കാര്യങ്ങൾ ഇതിലുണ്ടായിരിക്കും. ദെൻ ഇറ്റ് എനേബിൾസ് ക്രൂഷ്യൽ ബിസിനസ് ഡിസിഷൻസ്. അത് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then the report outlined the plans for expected performance. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കൃത്യമായിട്ടും ചെയ്യേണ്ട പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് തരുന്നുണ്ട്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക. ദെൻ വീണ്ടും അതിന്റെ ബെനിഫിറ്റ്സ്, യൂസസ്, ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ മൊത്തം പെർഫോമൻസ് എങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു പ്രോഗ്രസ് പെർഫോമൻസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട്. റിസ്ക് മാനേജ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. കോസ്റ്റ് മാനേജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പ്രൊജക്ട് വൈബിലിറ്റി പ്രാക്ടിക്കൽ ആവുമോ ഇല്ലയോ എന്നൊക്കെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ അറിയിക്കാനും കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നുണ്ട്. ദെൻ ഫെസിലിറ്റേറ്റ് ലേണിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ടു എൻഹാൻസ് പ്രൊജക്ട് ഔട്ട്കംസ്. നമ്മുടെ പ്രൊജക്ടിന്റെ ഔട്ട്കം നല്ല രീതിക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഇംപ്രൂവ്മെന്റ്സും ഇതുവഴി നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ സിമ്പിൾ നിങ്ങളുടേതായിട്ടുള്ള സെന്റൻസിൽ എഴുതിയാലും വലിയ പ്രശ്നമില്ല കേട്ടോ. ഇനി അതിൻ്റെ യൂസസ് ആയിട്ട് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് പ്രൊജക്ട് സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ടീം മെമ്പേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആരെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിക്കുക. അതായത് അതിൽ ഗവൺമെന്റ് ഉണ്ടാവും, കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും, ഏജന്റുമാരുണ്ടായിരിക്കാം, മിഡിൽ മാൻ ഉണ്ടായിരിക്കാം. അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിക്കുന്നത്. അപ്പോൾ അവർക്കും ടീം മെമ്പേഴ്സിനും കൃത്യമായിട്ടുള്ള സ്റ്റാറ്റസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എനേബിൾസ് പ്രൊജക്ട് ട്രാക്കിംഗ് ടു മോണിറ്റർ പ്രോഗ്രസ് ആൻഡ് ഐഡന്റിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ ഇത് നമ്മളെ എന്താ പറയുക ട്രാക്ക് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് തരും. റിസ്ക് മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. നമ്മളിങ്ങനെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചൊരു ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൂടെ? നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസീസ് കാര്യങ്ങളൊക്കെ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പല കാര്യങ്ങളും മുൻകൂട്ടി കാണാൻ, ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള രീതിക്കുള്ള പോയിന്റ്സ് എഴുതിയാലും മതി. ഇനി അടുത്ത ടോപ്പിക്കാണ് കണ്ടന്റ്സ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ടിൽ വേണ്ടത്? എക്സിക്യൂട്ടീവ് സമ്മറി വേണം. അതായത് ആ പ്രൊജക്ടിനെ കുറിച്ചുള്ള അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, സ്കോപ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് സമ്മറി അതിലുണ്ടായിരിക്കണം.
ദെൻ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, നമ്മുടെ മൊത്തം കോണ്ടെക്സ്റ്റിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. ദെൻ നമ്മുടെ മാർക്കറ്റ് ട്രെൻഡ്സ്, ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ അതുവഴി നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവണം. നമ്മളിത് എവിടെ പോയിട്ട് സെല് ചെയ്യുന്നു, ആ മാർക്കറ്റിൻ്റെ പ്രത്യേകത, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എല്ലാം അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. ദെൻ ലൊക്കേഷൻ, എവിടെയാണ് നമ്മുടെ പ്രൊജക്റ്റ് നടക്കുന്നത്, ആ ഒരു സ്ഥലത്തിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു, ആ മാനുഫാക്ചറിങ് പ്രോസസ്സ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. ദെൻ റോ മെറ്റീരിയൽസ്, എന്തൊക്കെ റോ മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിച്ചു, അതിൻ്റെ കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ദെൻ യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പം ഇലക്ട്രിസിറ്റി, വാട്ടർ, ടെലികമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് അതിൽ വരുന്നത്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഏത് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, റോഡ്, റെയിൽവേ, ദെൻ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്, അതിനെക്കുറിച്ച് ഉണ്ടാവണം. ദെൻ മാൻ പവർ റിക്വയർമെൻറ്റ്സ്, എത്ര എംപ്ലോയീസ് വേണം, എത്ര സ്കിൽഡ് ആയിട്ടുള്ള, എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ദെൻ നമ്മുടെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ കുറിച്ചും പ്ലാന്റ് ആൻഡ് മെഷീനറിനെ കുറിച്ചും അതിലുണ്ടാവണം. ദെൻ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റും സോഴ്സ് ഓഫ് ഫിനാൻസ്, എത്ര രൂപ നമുക്ക് വരുന്നുണ്ട്, അതിൻ്റെ ഫിനാൻസിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ദെൻ ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദി പ്രൊജക്റ്റ്, നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ട കാര്യങ്ങൾ. കണ്ടൻസ് ഓഫ് പ്രൊജക്റ്റ് റിപ്പോർട്ട് ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഷോർട്ട് എസ്സേ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്തൊരു ചോദ്യമാണ് റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് പ്രൊജക്ട് റിപ്പോർട്ട്. നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ട് കാണുമ്പോൾ ആഹാ ഇത് കൊള്ളാലോ, നല്ല പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? പ്രിപ്പയർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എൻ എക്സ്പേർട്ട് ടീം, നമ്മൾ നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമിനെ കൊണ്ട് അത് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. ദെൻ ബേസ്ഡ് ഓൺ പ്രോപ്പർ സർവേ ആൻഡ് റിസർച്ച്, വെറുതെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാതെ പ്രോപ്പർ സർവേ റിസർച്ചിലൂടെ മാത്രം അത് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഇതൊരു എന്താ പറയുക, ഇത് ഫുള്ളായിട്ടുള്ള ഒരു എൻഡ് അല്ല, ഒരിക്കലും ഇതൊരു എൻഡ് അല്ല. ദെൻ പ്രോപ്പർ എസ്റ്റിമേഷൻ, ഡിമാൻഡ്, ക്യാപിറ്റൽ റിസോഴ്സസ്, റോ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള എസ്റ്റിമേഷൻ അതിൽ ഉണ്ടായിരിക്കണം. പിന്നെ പ്രൊജക്ട് റിപ്പോർട്ട് വാരി വലിച്ചെഴുതാതെ പ്രിസൈസ്, ആക്യുറേറ്റ്, ക്ലിയർ, സ്പെസിഫിക് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഒരു ലോജിക്കൽ സീക്വൻസിൽ അതിനെ അറേഞ്ച് ചെയ്യുക. ഓണ്ടർപ്രണറുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അതിൽ മെയിൻ ആയിട്ട് നോക്കണം. ദെൻ അത് ഉണ്ടാക്കി കഴിഞ്ഞാലും എക്സ്പേർട്സ്, പ്രൊഫഷണൽ ആയിട്ടൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. എറർ ഫ്രീ ആയിരിക്കണം, ഒരു എറേഴ്സും അതിലുണ്ടാവാൻ പാടില്ല. ക്ലിയർ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് ആയിരിക്കണം. വേണമെങ്കിൽ ഡയഗ്രാംസോ ചാർട്ടോ കാര്യങ്ങളൊക്കെ നമുക്കത് ഉപയോഗിക്കാവുന്നതുമാണ്. ഓക്കെ, നെക്സ്റ്റ് ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് എ ഗുഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രോപ്പർ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവണം, പ്രിൻസിപ്പിൾ ഓഫ് പ്രോപ്പർ ടൈമിംഗ്, പ്രിൻസിപ്പിൾ ഓഫ് ആക്യുറസി, പ്രിൻസിപ്പിൾ ഓഫ് റെലവൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ക്ലാരിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി, പ്രിൻസിപ്പിൾ ഓഫ് ബ്രിവിറ്റി, ദെൻ അതായത് ബ്രീഫായിരിക്കണം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് എക്കോണമി, പ്രിൻസിപ്പിൾ ഓഫ് പ്രോപ്പർ ഷെഡ്യൂളിംഗ്, പ്രിൻസിപ്പിൾ ഓഫ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. ഇത്രയും പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യിക്കാനായിട്ട്. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ്. നമുക്ക് മെയിനായിട്ട് 3 രീതിയിൽ പ്രൊജക്ട് റിപ്പോർട്ട് നടത്താം. ഒന്ന് റിട്ടൺ ആയിട്ട് എഴുതിയിട്ടും, ഒന്ന് ഗ്രാഫിക് ആയിട്ട് ചാർട്ട്, ഡയഗ്രാം ഒക്കെ ഉപയോഗിച്ച് ഗ്രാഫിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്ക് പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഓറൽ റിപ്പോർട്ടിംഗ്, ഒരു മീറ്റിംഗ് പോലെ ഒരു കൂട്ടം ആൾക്കാർ കൂടി ഇരുന്നിട്ട് വായ കൊണ്ട് സംസാരിക്കുക, അതാണ് ഓറൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഓറൽ റിപ്പോർട്ടിംഗ് ഉണ്ട്, 1-on-1 ഡിസ്കഷൻസ് പോലെയൊക്കെ. അല്ലെങ്കിൽ ഗ്രാഫിക് റിപ്പോർട്ടിംഗ്, ചാർട്ട്, ഡയഗ്രാംസ്, പിക്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫിക് റിപ്പോർട്ടിംഗ് ഉണ്ട്. അല്ലെങ്കിൽ റിട്ടൺ റിപ്പോർട്ടിംഗ് ഉണ്ട്, നമ്മൾ എഴുതി ഡീറ്റെയിൽ ആയിട്ട് തയ്യാറാക്കുന്ന റിട്ടൺ റിപ്പോർട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ 3 വരുന്നുണ്ട്. ഫോർമൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് നമ്മൾ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഫോർമൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ദെൻ ടേബിളേറ്റഡ് ഇൻഫർമേഷൻ, ഡാറ്റ നമ്മൾ ടേബിൾസ് ഒക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് വായിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാനും. ദെൻ അക്കൗണ്ടിങ് റേഷ്യോ, നമ്പേഴ്സും റേഷ്യോസ് ഒക്കെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതും കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് 3 വരുന്നത് റിട്ടൺ റിപ്പോർട്ടിങ്ങിന്റെ ഉള്ളിലാണ്. അപ്പോൾ റിട്ടൺ റിപ്പോർട്ടിംഗ് അതിന്റെ അടിയിൽ തന്നെ 3 ഉണ്ട്. രണ്ടാമത്തെ ഗ്രാഫിക് റിപ്പോർട്ടിംഗ്, മൂന്നാമത്തെ ഓറൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് റിപ്പോർട്ടിംഗ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോ ദീസ് ആർ ദി മെത്തേഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ്. ഓക്കെ, അപ്പോൾ നോക്കിയേ വെറും 14 മിനിറ്റ് ഉണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതേപോലെ പോട്ടെ ഒരു 15 എന്ന് വിചാരിക്കാം. പിന്നെ ഇതേപോലെ ഒരു 15 മിനിറ്റും കൂടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കാൻ പറ്റും. അരമണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ നിങ്ങളുടെ കഴിഞ്ഞു, മനസ്സിലായോ? അപ്പോൾ EDPയുടെ വളരെ സിമ്പിൾ ആൻഡ് കുറച്ചും നല്ല ക്വസ്റ്റ്യൻസിന് സാധ്യതയുള്ള ഒരു ചാപ്റ്റർ കൂടിയാണിത്. സോ നമ്മുടെ അടുത്ത വീഡിയോസ് വേഗം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
സോ ഓൾ ദി വെരി ബെസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ കേട്ടോ.